ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ആർക്കൊക്കെ തുളസിമാല ധരിക്കാം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. എന്താണ് തുളസിമാല? തുളസിമാല ആഭരണമല്ല. തുളസിമാല തുളസി ദേവിയാണ്, കൃഷ്ണ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ത. അവളെ ധരിക്കുന്നത് കീർത്തിയുടെ അഭയവും സംരക്ഷണവും സ്വീകരിക്കുന്നതിനാണ്. ആർക്കൊക്കെ കഴുത്തിൽ തുളസിമണികൾ ധരിക്കാം? ആർക്കും തുളസിമാല ധരിക്കാം. പുരുഷന്മാർ, സ്ത്രീകൾ, ദീക്ഷയുള്ളവർ, ദീക്ഷയില്ലാത്തവർ, വിദ്യാർത്ഥികൾ. ജാതി, ലിംഗഭേദമോ വിശുദ്ധി നിയന്ത്രണമോ ഇല്ല. ശാസ്ത്രം വ്യക്തമായി പറയുന്നു, ഒരാൾ ശുദ്ധനല്ലെങ്കിലും പെരുമാറ്റത്തിൽ പൂർണ്ണനല്ലെങ്കിലും തുളസിമാല ധരിക്കുന്നത് അവരെ കൃഷ്ണനോട് കൂടുതൽ അടുപ്പിക്കുന്നു. തുളസിമാല ധരിക്കുന്നത് ആകർഷണത്തെയും വിശ്വാസത്തെയും ആശ്രയിച്ചിരിക്കുന്നു. തുളസിമാല ധരിച്ചതിനു ശേഷം നമ്മൾ ഈ 4 തത്വങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണം. മാംസം, മത്സ്യം, മുട്ട എന്നിവ ഉപയോഗിക്കരുത്. മദ്യം, പുകവലി, ചൂതാട്ടം, നിയമവിരുദ്ധ ലൈംഗികത എന്നിവ ഉപേക്ഷിക്കണം. തുളസിമാല ധരിച്ചു കഴിഞ്ഞാൽ അത് യാദൃച്ഛികമായി നീക്കം ചെയ്യരുത്. ഒരാൾ ദീക്ഷ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് തുളസിമാലയുടെ 2 ചുറ്റുവരെ ധരിക്കാം. തുളസിമാല എന്നാൽ കൃഷ്ണനിൽ ആകാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തണം, പൂർണ്ണ ബഹുമാനത്തോടെ ജീവിക്കണം. തുളസിമാല ധരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ. തുളസിമാല സാധാരണമല്ല. ഭഗവാൻ കൃഷ്ണന് പ്രിയങ്കരിയായ തുളസി മഹാറാണി കൃഷ്ണന് വളരെ പ്രിയപ്പെട്ടവൾ. പാപങ്ങളെ നശിപ്പിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ നമ്മളോടൊപ്പമുണ്ട്. ആത്മീയ ഫലങ്ങൾ വർദ്ധിക്കുന്നു. ഭയത്തിൽ നിന്നും സംരക്ഷണം. എപ്പോഴും ശുദ്ധ. യമരാജൻ്റെ മെസ്സഞ്ചേഴ്സ് മാറി നിൽക്കും. മരണസമയത്ത് ഭയമില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നിവയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സർവേശ്വരൻ നിങ്ങൾക്ക് ധാരാളം സമ്പത്തും സമൃദ്ധിയും ആയുസ്സും അറിവും തന്ന് നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.